രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ആകാംക്ഷയോടുകൂടി നോക്കി നിന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ CPM പിന്തുണയ്ക്കുമോ എന്നത്. നേരത്തെ അത്തരത്തിൽ ചില ചർച്ചകൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കണം എന്ന തരത്തിൽ. എന്നാൽ ഇപ്പോൾ CPM നയം വ്യക്തമാക്കിയിരിക്കുന്നു. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തങ്ങൾ ഇല്ല എന്നാണ് CPMന്റെ നിലപാട്. ഇത് BJP-CPM അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനം വന്നതെന്നാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ KS ശബരിനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസിനോ CPMനോ ഒറ്റയ്ക്ക് കഴിയില്ല. കാരണം 33 പേരുടെ പിന്തുണ അവിശ്വാസം കൊണ്ടുവരാൻ വേണം. കോൺഗ്രസിന് 20 അംഗങ്ങളും CPMന് 29, ഇടതുമുന്നണിക്ക് 29 അംഗങ്ങളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ തനിച്ച് ഒരു മുന്നണിക്കും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയില്ല. ഒന്നുകിൽ കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ CPM പിന്തുണയ്ക്കണം, ഇടതുമുന്നണി പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ ഇടതുമുന്നണി കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കണം. ഇത് രണ്ടും സാധ്യമല്ലാത്തടത്തോളം കാലം BJP ഭരണം തിരുവനന്തപുരം നഗരസഭയിൽ സേഫ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ അകപ്പെട്ട ജയിലിനുള്ളിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണം വീഴ്ത്താനുള്ള ഒരു നേരിയ സാധ്യത ഇരു മുന്നണികളും കൈകോർത്താൽ ഉണ്ടായിരുന്നു. വിമതന്മാരുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ BJPയുടെ ഭരണം താഴെയിറക്കാനുള്ള ഒരു നേരിയ സാധ്യത ഉണ്ടായിരുന്നു. അത് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ അവിശ്വാസത്തെ CPM പിന്തുണയ്ക്കില്ല എന്ന് ഉറപ്പിച്ചതോടെ ഇനി BJPക്ക് സുഗമമായി ഭരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒരു അഭിമാന പ്രശ്നമാണ്. രാജ്യത്താദ്യമായി ഒരു നഗരസഭ ഭരണം ലഭിച്ചതിൽ ആ സംസ്ഥാന കമ്മിറ്റിയെയും ആ ഭരണം നേടാൻ അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാൻ പ്രവർത്തിച്ചവരെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പോസ്റ്റ് ഇട്ടത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചത് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ മാത്രമാണ്. ഏറെക്കാലമായി BJP വിയർപ്പൊഴുക്കിയാണ് തിരുവനന്തപുരം നഗരസഭ നേടിയതെന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. എന്നാൽ UDFും LDFും കൈകോർത്ത് അവിശ്വാസം കൊണ്ടുവരുമെന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഇന്ത്യ സഖ്യം സംസ്ഥാനത്ത് രൂപപ്പെട്ടു എന്നാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുമ്പോൾ, അതായത് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള CPMും ഒന്നിക്കുമ്പോൾ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാവും എന്നായിരുന്നു BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ CPM തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന CPM നേതൃത്വം അറിയിച്ചിരിക്കുന്നു. ഇത് CPMും BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഡീലിന്റെയും ഭാഗമാണെന്നാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രചരണം. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിവാദങ്ങൾ വീണ്ടും ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരുവനന്തപുരം നഗരസഭാ ഭരണം തുലാസിലാകുമോ എന്നൊരു ആശങ്ക BJPക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്ക ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു. അവർക്ക് 5 വർഷം ഭരിക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷേ ഈ ഒരു അവിശ്വാസ പ്രമേയം മുന്നോട്ട് പോവില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അവിശ്വാസം കോൺഗ്രസ് കൊണ്ടുവന്നാൽ അതിനെ പിന്തുണയ്ക്കില്ല എന്ന് CPM ഉറപ്പിച്ച സ്ഥിതിക്ക് ഭരണമാറ്റം ഇപ്പോൾ ഉണ്ടാകില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഇനി ഇത് BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നേതാക്കന്മാരുടെ വിശദീകരണം ഉണ്ടാകും. എന്തായാലും രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുകയാണ്. എന്തു പറയും, എന്തുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് CPM പിന്തുണയ്ക്കാത്തതെന്ന കാര്യം നേതൃത്വം വ്യക്തമാക്കാൻ വേണ്ടി.